الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباب، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما يفتح الله للناس من رحمة فلا ممسك لها وما يمسك فلا مرسل له من بعده وهو العزيز الحكيم. يا أيها الناس اذكروا نعمة الله عليكم هل من خالق غير الله يرزقكم من السماء والأرض لا إله إلا هو فأنى تؤفكون. وإن يكذبوك فقد كذبت رسل من قبلك والله ترجع الأمور. صدق الله العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത്. ഈ ഭൂമിയിലെ ജീവിതം നമ്മൾ ആശിച്ചു വാങ്ങിയതോ അന്വേഷിച്ചു കണ്ടെത്തിയതോ അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിജ്ഞാനവും യുക്തിയും അനുസരിച്ച് നിയോഗിച്ചതാണ് ഈ ജീവിതം. ഇവിടെയുള്ള വരവും പോക്കൊക്കെ പരിശോധിച്ചാൽ ഇത് പൂർണ്ണമായി നമുക്ക് മനസ്സിലാവും. നമ്മളിവിടെ വന്നതിന് ശേഷമാണ് നാം ആരാണ് എന്ന് തിരിച്ചറിയുന്നത്. വരുന്നതിന് മുമ്പ് ഒരു ചോയ്സിന് ചാൻസ് ഇല്ലാത്ത ഒരു ജീവിതമാണ്. അതുപോലെ പൂർണ്ണ കാര്യത്തിലാണ് തന്നെ. ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും നിശ്ചിത സമയമാകുമ്പോൾ പോയേ പറ്റുള്ളൂ. അത് എത്ര കഴിവുള്ളവനും പ്രഗത്ഭനും പണ്ഡിതനും നേതാവും പ്രവാചകനുമായാലും അങ്ങനെ. അപ്പോൾ അതൊരു നിയോഗമാണ്, ഉത്തരവാദിത്വമുള്ള ഒരു നിയോഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അക്കാര്യം പല രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പല സ്ഥലത്ത് പറഞ്ഞു. വഹുവല്ലദീ ജഅലകും ഖലായിഫൽ അർദ് വറഫഅ ബഅദകും ഫൗഖ ബഅദിൻ ദറജാതിൻ ലിയബ്ലുവകും ഫീമാ ആതാകും ഇന്ന റബ്ബക സരീഉൽ ഇഖാബ് വഇന്നഹു ലഗഫൂറുർ റഹീം. അവനാണ് നിങ്ങളെ ഭൂമിയിൽ പ്രതിനിധിയായി നിശ്ചയിച്ചത്. ചിലർക്ക് ചിലരെക്കാൾ പദവികളിൽ ഉയർച്ച നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് നൽകപ്പെട്ടതിൽ നിങ്ങൾ ഓരോരുത്തരെയും പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാഹു വളരെ വേഗം കണക്കുപോകുന്നവനാണ്, അതോടൊപ്പം തന്നെ അങ്ങേയറ്റം പൊറുക്കുന്നവനുമാണ് എന്നുള്ള സുബ്ഹാനഹു. പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ നൽകിയ ഒരു കരുണയാണ് എന്നുള്ള പഠിപ്പിക്കുന്നത്. പക്ഷെ നമുക്ക് പലപ്പോഴും അതൊരു കാരുണ്യമാണോ എന്ന് സംശയം തോന്നുന്നതാണ് നമ്മളുടെ അനുഭവങ്ങളോ അല്ലെങ്കിൽ ചിന്താഗതികളോ ഉണ്ടായിക്കൊള്ളുന്നത്. അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആകമൊത്തം അംഗീകരിക്കുമെങ്കിലും ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഇത് അനുഗ്രഹമാണോ, അതനുഗ്രഹമാണോ, മറ്റൊരനുഗ്രഹമാണോ എന്നൊക്കെ നമുക്ക് തോന്നാൻ സാധ്യതയാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് മൊത്തം അനുഗ്രഹമാണ് എന്നാണ്. നന്മയുണ്ടായാലും തിന്മയുണ്ടായാലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമാണ് എന്നാണ്. കാരണം അത് അല്ലാഹുവിന്റെ ഒരു പ്രഖ്യാപിത നയമാണ്. അതായത് നിങ്ങളെ നാമ ഷർറാണ് ആദ്യം പറഞ്ഞത്. തിന്മ കൊണ്ടും നന്മ കൊണ്ടും പരീക്ഷിക്കുന്നതാണ്, നമ്മിലേക്കാണ് നിങ്ങളുടെ മടക്കം. അപ്പൊ പലതരത്തിലുള്ള പ്രത്യക്ഷത്തിൽ നമുക്ക് തിന്മയാണ് എന്ന് തോന്നുന്ന സംഗതികൾ ഉണ്ടാവാൻ സാധ്യതയാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ബാധിക്കുമ്പോൾ ബേജാറായി പായേണ്ടതില്ല. അള്ളാഹുവിന്റെ അടുത്ത് ഉറച്ചു നിന്നാൽ മതിയിരിക്കണം. അള്ളാഹുവിനെ സംബന്ധിച്ച് എപ്പോഴും ഒരു ശുഭ ചിന്ത, ശുഭാപ്തി വിശ്വാസം, ഒരു ദൃഢമായ ബോധം, അതായത് പോസിറ്റീവ് തിങ്കിങ് എന്നാണ് ആധുനിക മനഃശാസ്ത്രത്തിൽ പറയുന്നത്. ഏത് സന്ദർഭങ്ങളിലും നിങ്ങൾ ഏത് സാഹചര്യത്തിലും പോസിറ്റീവായി ചിന്തിക്കുക, അതായത് ഉറപ്പുള്ള ചിന്ത ഉണ്ടാവുക. പോസിറ്റീവ് തിങ്കിങ്ങിന് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് എന്ന് ശാസ്ത്രകാരന്മാർ ഒരുപാട് ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു വിഷയം വരുമ്പോൾ അത് നടക്കില്ല എന്ന് പറയുന്ന ആളുകളുണ്ടാവും, അല്ല അത് നടക്കും കുഴപ്പമില്ല എന്ന് പറയുന്ന ആളുകളുണ്ടാവും. ഇനി നമ്മളത് പരിശോധിക്കുക. നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ ഓരോ സംഗതി നമുക്കറിയാം. ഏതൊരു കമ്മിറ്റിയിലും ഒരു സംഗതി ഒരാൾ പറഞ്ഞാൽ ആരോട് ശരിയാവില്ല, അങ്ങനെ ഉണ്ടാവും മനുഷ്യന്മാർ. അതുപോലെ തന്നെ ഏത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ ഊന്നിക്കൊണ്ട് യാഥാർത്ഥ്യ ബോധമില്ലാതെ പെരുമാറുന്ന ആളുകളുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചുള്ള സത്തയിലേക്ക് വിട്ടിച്ച് ഭാവഭാവങ്ങളിലായിരിക്കും ചിലർക്ക് ഭയങ്കര ഇഷ്ടം. ചിലർക്ക് താടി നീട്ടി വളർത്തിയിട്ട് സ്കെയിൽ വെച്ച് അളന്നു നോക്കണ കാര്യം, ചിലർക്ക് ബർമൂട പോലെ പാൻറ്റുകൾ കയറ്റി ഇറങ്ങണം. ഒരല്പം ലേശം അവിടെ എങ്ങാനും കുറഞ്ഞിരിക്കണമെന്നാണ് സ്കെയിലും വെച്ച് അല്ലാഹു തആല മാസ്റ്ററിങ് സ്കെയിലും വെച്ച് നിൽക്കുക. ആരാണ് താടി നീട്ടി വളർത്തിയത്, ആരാണ് പാൻറ് ഇറക്കി കെട്ടിയത്, അവനെ സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക്, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു പ്രശ്നം. ഇങ്ങനെ ഒരുപാട് തരത്തിൽ, അതായത് വികൃതമായ പലതും ദീനിന്റെ പേരിൽ വെച്ച് കെട്ടുന്ന ഒരു പഴയകാല പ്രവണത ആധുനികതയിൽ കൂടി കിട്ടും. ഒരു തരം സ്യൂഡോ സ്പിരിച്വലിസം എന്നാണ് പറയുന്നത്. അതായത് ഒരു വ്യാജ ദിവ്യത്വം, ഒരുപാട് വ്യാജ ദിവ്യത്വം ലോകത്തിന്റെ എല്ലാ മതത്തിലുണ്ട്. ഇതിനും കൂടിയിട്ടുണ്ട്. ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞ് നമ്മളോട് നടക്കുന്ന ഈ മഹത്തായ സന്ദേശത്തിൽ വ്യാജ ദിവ്യത്വം കൂടിയിട്ട് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കാതെ അതിനുവേണ്ടി പ്രചാരണം നടത്തുകയും ഉപദേശം നടത്തുകയും എഴുതുകയും വായിക്കുകയും പരിമിതം ചെയ്യുന്ന മനുഷ്യന്മാരാണ്. കാര്യമാത്ര പ്രസക്തമായ സംഗതി അത് ശരിയാവില്ല, അത് ശരിയാവില്ല എന്ന് പറയുന്നതാണ്. അതേസമയം എന്തു വന്നാലും അത് കുഴപ്പമില്ല നോക്കാം എന്ന് പറയുന്ന പക്വമതികളായ ആളുകളുണ്ട്. ഈ രണ്ടു തരം ചിന്താഗതികൾ മനുഷ്യന്മാരുടെ ഉണ്ടാവുന്നത്. ഇവരൊക്കെ യഥാർത്ഥ വിശ്വാസമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സംഗതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതെന്നാണ്. നന്മ വരും, തിന്മ വരും, ദുഃഖം വരും, പ്രയാസം വരും, വേദന വരും, ആശ്വാസം വരും, സമാധാനം വരും, ആഹ്ലാദം വരും. ഇതിങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ മാറി 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 വന്നുകൊണ്ടേയിരിക്കും. ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് പ്രവാചകന്മാരാണ്. അവർ ജീവിതത്തെ നോക്കിക്കാണുന്നത് ഏത് തരത്തിലാണ് എന്നുള്ള. സാധാരണ മനുഷ്യന്മാർ ജീവിതത്തെ നോക്കിക്കാണുന്നത് നമുക്ക് നല്ല ആഹാരം കിട്ടണം, നല്ല വസ്ത്രം കിട്ടണം, നല്ല പാർപ്പിടം കിട്ടണം, നല്ല ഭാര്യ കിട്ടണം, നല്ല കച്ചവടം നടക്കണം, നല്ല ഉദ്യോഗം ഉണ്ടാവണം, വേറെ ഒരു കുഴപ്പമുണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ ഡിസൈൻ ചെയ്തിട്ടില്ല എന്നതാണ്. ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും ആശ്വാസവും സമാധാനത്തിനും മാറി മാറി വന്നുകൊണ്ടിരിക്കും. ونبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة. നിങ്ങളെ അല്പസ്വല്പം പേടി കൊണ്ട് ഞാൻ പരീക്ഷിക്കും, അതുപോലെ തന്നെ പട്ടിണി കൊണ്ട് പരീക്ഷിക്കും, ജീവധനാദി നഷ്ടങ്ങളെ കൊണ്ട് പരീക്ഷിക്കും. ഫലം കിട്ടും എന്നും വിചാരിച്ച് ചെയ്യുന്ന പല സംഗതികളും ഷോർട്ടേജ് ഉണ്ടാകും. അപ്പൊ ഇത്തരം സംഗതികളൊക്കെ വരുമ്പോൾ അവരുടെ മനസ്സെങ്ങനെയായിരിക്കണം? അവർ പറയണം, പ്രഖ്യാപിക്കണം എന്നാണ്. ആലോ ഇന്നായില്ലായോ ഇന്നോ ഞങ്ങൾ അവിടെ നിന്നാണ് അവരെ കുറിച്ചു എന്ത് തരണതോ അത് തന്നെയാണ്. ഒരാളിനെ എന്ത് എപ്പോ എവിടെ വെച്ച് എങ്ങനെ കൊടുക്കണം എന്നതിനെ സംബന്ധിച്ച് അല്ലാഹുവാണ് ഏറ്റവും നന്നായി അറിയുന്നത് എന്നൊരു ദൃഢമായ ബോധ്യം അത്തരം ആളുകൾക്ക് അനുഗ്രഹമാണ്. അപ്പൊ നമുക്ക് ആദ്യം എണ്ണി പറയും. നമ്മളെല്ലാം അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ്. രോഗങ്ങൾ, പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും, പല ആവശ്യങ്ങൾ നിറവേരാതെ ബേജാറായി നടക്കുന്ന ആളുകളുണ്ടാവും, മക്കളുടെ കാര്യത്തിൽ വിഷമിക്കുന്ന ആളുകളുണ്ടാവും. അതുപോലെ പലതരത്തിലുള്ള വിഷമങ്ങൾ
ഈ സന്തോഷം പരമാകം വരാതിണ്ടാവില്ല. അത് നമ്മളെ മിടുക്കൊണ്ടാണ്, മിടുക്കൊണ്ടാണെന്നാണ് എല്ലാവരും ധരിച്ചു വശിച്ചുള്ളത്. സന്തോഷവും അത് തന്നെ തരയണമെന്നാണ്. സന്തോഷം സത്യവിശ്വാസിയുടെ കാര്യം മഹാത്ഭുതം. അവനൊരു ദുഃഖവും വേദനയും നഷ്ടമൊക്കെ വന്നാൽ അവൻ ക്ഷമിക്കുന്നവനാണ് കൂടിയുണ്ട്. അവനൊരു സന്തോഷം ലഭ്യമായാൽ അവൻ അല്ലാഹുവിനെ സ്തുതിക്കും, അതിനും അവൻ കൂടിയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ടായി. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണുന്ന ഒരു പ്രത്യേകമായ ഒരു ആംഗിൾ. അത് ശരിയായില്ലെങ്കിൽ വലിയ കുഴപ്പമാണ്. അതായത് ദീന് എന്തുപോവാണെന്നൊക്കെ തോന്നും, പിന്നെ അതിന് പിന്നാലെയൊക്കെ ഇങ്ങനെ പാഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പ്ലാനിലും പദ്ധതിയിലും പെട്ട ഒരു പരിപാടിയാണ് നമുക്ക് വിഷമവും പ്രയാസവും ഒക്കെ കൊടുക്കുക എന്നുള്ളത്. അത് അനുഗ്രഹം നമ്മൾ കാണുന്ന രീതിയിൽ ആസ്വാദനമായി മാത്രം ലഭ്യമാകുന്നതല്ല. വേദനയിലും ബുദ്ധിമുട്ടിലും അനുഗ്രഹങ്ങളുണ്ട് എന്നുള്ള സുബ്ഹാനഹു. അല്ലാഹു ആർക്കെങ്കിലും ഒരു അനുഗ്രഹം നൽകാൻ തീരുമാനിച്ചാൽ അതിനെ തടഞ്ഞു വെക്കാൻ ആർക്കും സാധ്യമാവില്ല. തത്വത്തിൽ ഇത് അറിയാം, പക്ഷെ പ്രയോഗത്തിൽ അതിലങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് സ്വന്തം ജീവിതം അനലൈസ് നോക്കിയാൽ വിശ്വസിക്കുന്നില്ല എന്നൊരു നിലപാട് കിട്ടും. കാരണം എപ്പോഴും മനുഷ്യന്മാർ ഭയങ്കരമായ പ്രയാസത്തിൽ, ബുദ്ധിമുട്ടിൽ, വേദനയിൽ അതിനെക്കുറിച്ച് ഭീതി പരത്തുക എന്നുള്ളത്. അല്ലാഹു ആർക്കെങ്കിലും ജനത്തിനും നടന്നത് മുസ്ലിങ്ങൾക്ക് അങ്ങനെ ജനത്തിനും അനുഗ്രഹം തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചാൽ പിന്നെ അതിനെ തടഞ്ഞു വെക്കാൻ ആർക്കും സാധ്യമാവുകയില്ല. അപ്പൊ അനുഗ്രഹം അല്ലാഹുവിന്റെ സത്വം തന്നെ അതിനാണ്. റഹ്മാൻ, റഹ്മത്ത്. അപ്പൊ വിശ്വാസം അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന എന്റെ ആ സങ്കല്പത്തിൽ അനുഗ്രഹപൂർണനാണ് എന്നതാണ് ആദ്യം പഠിക്കുന്നത്. അതായത് സത്തയിൽ കാരുണ്യം എഴുതപ്പെട്ട വ്യക്തിത്വം, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹപൂർണനാണ്. നമുക്ക് വേദന ഉണ്ടാകുമ്പോൾ, പ്രയാസം ഉണ്ടാകുമ്പോൾ ആ അനുഗ്രഹപൂർണൻ എന്ന ആ സിഫത്ത് അല്ലാഹുവിൽ നിന്ന് മാറിപ്പോകുന്നില്ല. അവൻ അനുഗ്രഹപൂർണൻ തന്നെയായിരിക്കും. അപ്പൊ ആ അനുഗ്രഹത്തെ കുറിച്ചൊരു പ്രതീക്ഷ ആണ് യഥാർത്ഥത്തിൽ വേണ്ടി. ഏത് ദുർഘട സാഹചര്യത്തിലും അനുഗ്രഹത്തെ കുറിച്ച് പ്രതീക്ഷ. പക്ഷെ ആ സത്യവിശ്വാസികൾ ഉൾപ്പെടെയുള്ള ആധുനിക മനുഷ്യന്മാർക്ക് ഇല്ലാത്തതാണ്. ഒരു പോസിറ്റീവ് തിങ് എപ്പോഴും നെഗറ്റീവ്. പത്രം എടുത്ത് നോക്കും, പോസിറ്റീവ് ന്യൂസും നെഗറ്റീവ് ന്യൂസും വന്ന് എണ്ണി നോക്കി കഴിഞ്ഞാൽ എല്ലാ മീഡിയയിലും വരുന്നത് നെഗറ്റീവ് ന്യൂസാണ്. വേണ്ടാത്ത കാര്യങ്ങൾക്ക് അമിതമായ പ്രാധാന്യവും പ്രചാരവും, സെൻസേഷണൽ ജേർണലിസം എന്നാണ് പറയാം. പത്രം നോക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് ആര് ആത്മഹത്യ ചെയ്തു, എവിടെ കൊലപാതകം നടത്തി, എവിടെ പോലീസ് വന്നു, ഇങ്ങനെയുള്ള എവിടെയൊക്കെ വെട്ടിപ്പുണർത്തി, എവിടെ ഈ വക എല്ലാ വാർത്തകളും നെഗറ്റീവ് ന്യൂസിന്റെ ഒരു തരം ഭയങ്കരമായ പ്രചാരണമാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ അല്ലാഹുവിന്റെ ഒരു മഹത്തായ അനുഗ്രഹം കേരള ജനത 2-3 ദിവസമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്തു, ആരും പ്രതീക്ഷിച്ചില്ല. എല്ലാ പത്രങ്ങളിലും മീഡിയയിൽ വന്നതാണ് കേരളം തീച്ചുളങ്ങി, കേരളം അങ്ങനെയാണ്, കേരളം ഇങ്ങനെയായി പോകും, വെള്ളത്തിന് അങ്ങനെ ആവും, വെള്ളത്തിന് ഇങ്ങനെ. അത് ആളുകളുടെ ഇടയിൽ ഭീതി പരത്തുന്ന തരത്തിലുള്ള ന്യൂസ് നിയമസഭയിൽ വരും. എല്ലാവരെയും ബാധിച്ചിരിക്കുന്ന സംഖ്യയാണ്. ഇവിടെ സത്യവിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മഴ ലഭിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇസ്തിഗ്ഫാർ തൗബയും ചെയ്താൽ നിങ്ങൾക്ക് മഴ ലഭിക്കും. പല സ്ഥലത്തും മുമ്പ് അത് പറയുകയും ചെയ്തു. വേനൽ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ വ്യവസ്ഥപ്പെട്ടതാണ്. മഞ്ഞും മഴയും ഒക്കെ അല്ലാഹുവിന്റെ വ്യവസ്ഥപ്പെട്ടാണ്. അപ്പൊ വേനൽ വരാൻ പോകുമ്പോ നമ്മൾ ആ വേനലിന്റെ കൊടുംചൂടിൽ കഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറും തൗബയും ചെയ്ത് അഭ്യർത്ഥിക്കുക എന്നത് റസൂല് പഠിപ്പിച്ചതാണ്, നടപ്പാക്കിയതാണ്. അതിന് ആശ്വാസം ലഭിച്ചിട്ടുണ്ട്. ലോകത്തെ ഏതെങ്കിലും ഒരു മീഡിയയിൽ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ നാഥനാണ് യഥാർത്ഥത്തിൽ ഈ മഴയുടെയും നാഥൻ. മനുഷ്യന്മാർക്ക് ആവശ്യമുള്ളത് കൊടുക്കും. അവര് ചോദിക്കണം. മനുഷ്യന്മാര് നിരാശരായതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ പെയ്യിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. മനുഷ്യന്മാർ വളരെയധികം അവനാണ് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരുന്നത്. നിങ്ങൾ നിരാശരായ സ്തുത്യർഹനായ കൈകാര്യകർത്താവാണ്. നേരത്തെ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യമാണ് നമുക്ക് ലഭ്യമായത്. കൈകാര്യകർത്താവ് അവൻ തന്നെയാണ്.
അപ്പോ ഒരു വിഷമം വരാൻ പോകുമ്പോ, ഒരു ബുദ്ധിമുട്ട് വരാൻ പോകുമ്പോ, ജനങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന ബുദ്ധിമുട്ട് വരാൻ പോകുമ്പോ അള്ളാഹ് നമ്മളെ സഹായിച്ചോളും, ജനങ്ങളെ പേടിപ്പിലാക്കേണ്ടതില്ല എന്നൊരു മാനസികത ഉണ്ടാവുന്നില്ല. രാജ്യത്തെ ഇലക്ഷനാണ്. അപ്പൊ നമുക്കറിയാം, പത്രങ്ങളിലൊക്കെ ഇങ്ങനെ വന്നത് അവർ വരാൻ പോണി, ഇവർ വരാൻ പോകുന്നു. ഇതിനേക്കാൾ വലിയവന്മാർ വന്നപ്പോഴും ഈ ദീനുൽ ഇസ്ലാമും മുസ്ലിം സമുദായം കൂടെ നിലനിൽക്കുന്നുണ്ട്. ആഗോളാടിസ്ഥാനത്തിൽ മറ്റവന്മാർ നോമ്പ് ഭയങ്കരമായ ആളാണ് എഴുതിയിട്ടങ്ങനെ ഈ സത്യവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംഗതികൾ പറഞ്ഞു. അതൊക്കെ പറഞ്ഞിട്ട് ഈ ജീവിതത്തിന്റെ പ്രകടമായ സംഗതികൾ മാത്രം വിലയിരുത്തിയിട്ട് അവൻ വരും ഇവൻ വരും, നമ്മളിവിടെ നിൽക്കണം, ടിക്കറ്റ് എടുക്കണം, പോണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് ബേജാറായി. അങ്ങനത്തും വിശ്വാസത്തിന്റെ ഒരു ഭാഗമേ അല്ല. ജനങ്ങളെ നയിക്കാതെ നമ്മളാണ് ഈ വേവലാതിയുടെ ആളുകളായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. ഒരുപാട് മീഡിയ, ഇലക്ട്രോണിക് മീഡിയ ഒക്കെ സത്യവിശ്വാസികൾക്ക് സ്വായത്തമായിട്ടുണ്ടല്ലോ. എവിടെയെങ്കിലും ഒരു വാക്ക് ഈ മലിക്കുൽ ജബ്ബാറായ അല്ലാഹു, ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ, സ്തുത്യർഹനായ കൈകാര്യകർത്താവ്, അവൻ ജനങ്ങളോട് കാരുണ്യം കാണിക്കും, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞ് നിങ്ങൾ അടുത്താലത്ത് എവിടെയെങ്കിലും വിടുന്നതാണ്. പോയി നമ്മൾ അവിടെ നിന്നൊക്കെ ഒരുപാട് പേര്, നമുക്ക് പണി വേറെയാണ്. നമുക്ക് ഈ ഷർട്ട് ഇടുന്നതും പാൻറ് ഇടുന്നതും നേരത്തെ പറഞ്ഞതുപോലെയുള്ള അതാണ് അത് പറഞ്ഞു. അതിലാണ് സംഗതികൾ. അതായത് മതത്തിന്റെ ബാഹ്യമായ ഹാവ്യഭാവങ്ങളെ, അതുമാണ് ഏറ്റവും വലിയ ദീനെന്ന് പറഞ്ഞാൽ അതിന് ലൈഫായ ഹദീസുകളുടെ പുണ്യമൊക്കെ എടുത്തിട്ട് അതിങ്ങനെ ഭയങ്കരമായിട്ട് പ്രചരിപ്പിക്കുക. അതിങ്ങനെ മറ്റേ നിങ്ങൾ ഇത്ര ഓതി കഴിഞ്ഞാൽ ഇത്ര ഉരുളിട്ടില്ല എന്നാണ് ഞാൻ പറയണത്. നിങ്ങൾ ഇന്നത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, ഈ സലാത്ത് 85 ആൾക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നത് കിട്ടുന്നതാണ്, നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ നടത്തും. ഇലക്ട്രോണിക് മീഡിയയിൽ വന്നുകൊണ്ട് ഈ ദീൻ എവിടെ എത്തിക്കുന്നു എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. കുറച്ചാളുകൾക്ക് അവരുടെ വസ്ത്രധാരണ, കുറച്ചാളുകൾക്ക് അവരുടെ ഭാവങ്ങൾ. ദീനിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന, ബുദ്ധിമുട്ടുന്ന ഒരു ഭയങ്കരമായ ഡ്രൗട്ട്, അല്ലെങ്കിൽ ഒരു ഭയങ്കരമായ വെള്ളമില്ലായ്മ വരാൻ പോകുന്നു, ഒരു വേനൽ കൊണ്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നു എന്നും ആളുകൾ മനസ്സിലായോ? എന്താ പറഞ്ഞത്? ആകാശത്ത് അതിങ്ങനെ ഓതുണ്ട്, വെള്ളിയാഴ്ച എല്ലാ ദിവസവും ഇങ്ങനെ ഓതുണ്ട്. പക്ഷെ അതവിടെ മാറ്റി. ഇവിടെ അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ കുഴക്കണം വിളിക്കാൻ പാടില്ല, മറ്റവർ വിളിക്കാൻ പാടില്ല, കൃത്രിമ കുഴയ്ക്കാം, അങ്ങനെ ചെയ്യിക്കാം, ഇങ്ങനെ ചെയ്യിക്കാം. അതിനെ കുറിച്ച് അറിയണം. ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ പറഞ്ഞു, വലിയും ഹമീദ്, സ്തുത്യർഹനായ പ്രതാപശാലിയായ കൈകാര്യകർത്താവായിട്ട് അല്ല അംഗീകരിക്കുന്നില്ല. റബ്ബായിട്ട് അല്ല നമ്മൾ അംഗീകരിക്കുന്നില്ല. നമ്മൾ തന്നെയാണ് നമ്മളുടെ റബ്ബ്. അതുകൊണ്ട് പ്രഖ്യാപിക്കുമ്പോൾ ആകപ്പാടെ ഇവിടെയെല്ലാം നാശമായി പോകുന്ന നമ്മൾ പ്രഖ്യാപിക്കും. ഏതോ ചില മനുഷ്യന്മാർ എവിടെയെങ്കിലും കുത്തിയിരുന്നിട്ട് അവന്റെ ചിന്താഗതിയിൽ ഉണ്ടാകുന്നത് ഇറക്കിയിട്ട് അങ്ങോട്ട് വിടുകയാണ്. ജനങ്ങളെ മുഴുവനും അങ്ങോട്ടൊരു ചിന്താഗതിയിൽ വിടുന്നത്. അതാണ് കുറെ കാലമായി ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഖുർആൻ പ്രായോഗികമാണ്. മനുഷ്യ ജീവിതത്തിലെ ഏതവസ്ഥയിലും അതിൽ പിടിച്ചുകൊണ്ട് ജീവിതത്തിന്റെ യഥാർത്ഥ വഴിയിലേക്ക് നയിക്കാമെന്നൊരു ബോധം തന്നെ ഈ ഖുർആന്റെ വാഹകർക്കാണ് നഷ്ടപ്പെടുകയും. പിന്നെയാണല്ലോ മറ്റുള്ളവർക്ക് തയ്യാറ്. വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല, ഞാൻ കാരുണ്യം വർഷിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ എന്നെ വിശ്വസിക്കുകയാണെങ്കിൽ മാർഗദർശനം നാം കാണിച്ചു തരാം. ഏത് ദുർഘട സാഹചര്യത്തിലും എന്നെ വിശ്വസിച്ചാൽ അവന്റെ ഹൃദയത്തിൽ നാം വഴി കാണിക്കും. കാരണം ഇന്ന അലൈനാ ലൽ ഹുദാ, മാർഗദർശനം കാണിക്കൽ നാം സ്വന്തം ബാധ്യതയായി ചെയ്യുന്നു. വഅലല്ലാഹി ഖസ്ദുസ് സബീൽ, പടച്ചവനും അവന്റെ വഴിയായി തീരുമാനിച്ചിരിക്കുന്നു. വയഹ്ദി ഇലൈഹി മൻ അനാബ്, അവനിലേക്ക് മടങ്ങുന്നവരെ അവനിലേക്ക് വഴി കാണിക്കുന്നു. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ, എന്റെ മാർഗത്തിൽ അധ്വാനിക്കുന്നവന് നമ്മുടെ വഴികളിലൂടെ നാം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഹഖ്ഖൻ അലൈനാ നുൻജിൽ മുഅ്മിനീൻ, എന്റെ ബാധ്യതയാണ് സത്യവിശ്വാസികളെ രക്ഷിക്കുക എന്നത്. ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ സഹായിക്കുക എന്നത് നാം ബാധ്യതയാക്കി എടുത്തിരിക്കുന്നു. ഇന്നല്ലാഹ യുദാഫിഉ അനിൽ ലദീന ആമനൂ, വിശ്വാസികളെ ഏതവസ്ഥയിൽ നാം പ്രതിരോധിക്കും. എത്ര ആയത്തുകളാണ് ഇത്! നമ്മൾ വായിച്ചു പോണതാണല്ലോ. ജീവിതമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇതിനും? എന്നാലോചിക്കുക. അള്ളാഹു വഴി കാണിക്കാം, അള്ളാഹു സഹായിക്കാം, അള്ളാഹു ആഹാരം തരാം, അള്ളാഹു രക്ഷിക്കാം, അള്ളാഹു പ്രതിരോധിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇടകര വന്നാൽ ഇന്നല്ലാഹ യുദാഫിഉ അനിൽ ലദീന ആമനൂ, വിശ്വാസികൾക്ക് അള്ളാഹു തആല പ്രതിരോധം ഏർപ്പെടുത്തുന്നതാണ്. ഇതൊന്നും നമ്മുടെ തലയിൽ കയറില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്തെന്താ കാണാത്? നാലാളെന്താ പറഞ്ഞു, അത് ഭയങ്കരമാണ്, ആകെപ്പാടെ കുട്ടിപ്പൊളിച്ച് പോട്ടിയത്. എങ്ങോട്ടാ പോണത്?
അതായത് ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥ, പോസിറ്റീവ് തിങ്കിങ് ഇല്ലാത്ത അവസ്ഥ. അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴും പറഞ്ഞു, നിങ്ങൾ ഒരിക്കൽ പോലും നെഗറ്റീവായി ചിന്തിക്കരുത്, നിങ്ങൾ അശക്തനാവരുത്. അല്ലാഹുവിന് ഇഷ്ടം ഖവിയ്യായ മുഅ്മിൻ. അല്ലാഹു യുഹിബ്ബുൽ മുഅ്മിന ഖവിയ്യനാണ്, ഖവിയ്യായ മുഅ്മിനാണ്. അതായത് വിശ്വാസത്തിൽ സ്ട്രോങ് ആയിരിക്കണം. എപ്പോൾ അതാണ് മാനസികമായ അങ്ങനെ ഒരു തന്റെ ഉണ്ടെങ്കിലേ ശരീരത്തിന് എഴുന്നേൽക്കാൻ പറ്റുള്ളൂ. ഒരു രോഗിയായിക്കോട്ടെ, വല്ലാണ്ട് രോഗിയാണെന്ന് വെച്ചാൽ അവന് എഴുന്നേൽക്കാൻ പറ്റില്ല. ഒരുപാട് വേദനകളുള്ളപ്പോൾ തന്നെ അവന് നല്ല തന്റെ ഞാൻ എന്റെ രക്ഷിതാവിന്റെ മേൽനോട്ടത്തില, ഞാൻ അള്ളയിൽ നിന്ന് വന്നതാണ്, അവന്റെ കാരുണ്യ വർഷം എന്റെ മേൽ ഉണ്ട് എന്നാണ് അള്ളാഹ് പറഞ്ഞത്. എല്ലാ ഓരോ അണുക്കളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം നിൽക്കുന്നു. വേറെ ആരോട് ഇടപെടില്ല. അവൻ ഏകനായ ശക്തിവാനായ ശക്തനായ അല്ലാഹുവാണെന്ന്. അവനാണ് കാര്യകർത്താവ്, കൈകാര്യകർത്താവ്, അവനാണ് രക്ഷിതാവ്. അതുകൊണ്ടാണ് അവൻ ആരാധനയ്ക്ക് അർഹനായത്, വെറുതെ ആരാധനയ്ക്ക് അർഹനായതല്ല. നിങ്ങൾ ആരാധിക്കുന്നു 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 എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? റുബൂബിയത്ത്, രക്ഷാകർത്തൃത്വം അല്ലാഹുവിനെ ഏൽപ്പിക്കാതെ ഉലൂഹിയത്ത് കൊണ്ട് മാത്രം ദീൻ ഇസ്ലാം പൂർത്തിയാവില്ല. രക്ഷാകർത്തൃത്വം അല്ലാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് മാത്രം. ഇവിടെ ഓടിയിട്ട് വരുന്ന നിസ്കരിക്കുന്നവന് അറിയാണ്ട് പോകും. ഈ പറഞ്ഞൊന്നും ജീവിതമായിട്ട് യാതൊരു ബന്ധമില്ല. അതുകൊണ്ട് ഓരോ വിഷയം വരുമ്പോ അല്ല ഭീതി കിട്ടും. അല്ലോ ആകപ്പാടെ മഴയില്ലാതെ കംപ്ലീറ്റ് നശിച്ചു, ശത്രുക്കളാകെ കയറി അടിച്ച് തകർത്തളയോ, ഭൂമി അങ്ങോട്ട് പിടിഞ്ഞു പോകോ എന്നൊക്കെ ബേജാറായി നടക്കാം. നമ്മുടെ വീതി അതാണ്. കാരണം വിശ്വാസത്തിന്റെ ധാർഢ്യതയിലേക്ക് നമ്മൾ പോകുന്നില്ല. അതിന്റെ അനന്തരഫലമാണത്. എത്ര ആയത്തുകളാണ് ഞാൻ ഓർമ്മിച്ച, വീണ്ടും വീണ്ടും ഓർമ്മിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹ് സഹായിക്കും, അല്ലാഹ് രക്ഷിക്കും, അല്ലാഹ് നോക്കിക്കൊള്ളും, അല്ലാഹ് വഴി കാണിക്കും, അല്ലാഹു തആല നൽകും. ഇതൊക്കെ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ അത് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ പ്രശ്നം വരുമ്പോഴും, ജീവിതത്തിന്റെ ഓരോ പ്രശ്നം വരുമ്പോഴും ആകെ ബേജാറായി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചോദ്യമാണ് ചോദിച്ചത്, വല്ലാത്ത ചോദ്യം. അങ്ങനെ ചോദ്യമാണ്. അതായത് നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സംഗതി പറഞ്ഞിട്ട് ആ ചോദ്യം, യാ അയ്യുഹൻ നാസ്, യാ അയ്യുഹൽ മുഅ്മിൻ, യാ അയ്യുഹൽ മുസ്ലിം എന്നല്ല പറഞ്ഞു. യാ അയ്യുഹൻ നാസ്, ജനങ്ങളെ, ഉദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ ഒന്ന് സ്മരിക്കുക. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, നിങ്ങൾക്കിത് നൽകാൻ അല്ലാഹു അല്ലാത്ത ഒരു സൃഷ്ടാവുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടോ? ആർക്കാണ് തരാൻ കഴിയുക? ആർക്കാണ് തരാൻ കഴിയുക? നിങ്ങളെ ജീവൻ തന്ന, നിങ്ങളുടെ ശരീരം തന്ന, സ്നേഹം തന്ന, കാരുണ്യം തന്ന, നിലനിർത്തിയിരിക്കുന്ന, ശ്വാസം നൽകുന്ന ആ രക്ഷിതാവല്ലാതെ വേറെ ആർക്കെങ്കിലും തരാൻ കഴിയുമോ? ഇത് മറന്നു പോകുമ്പോ പിശാച് തലയിൽ കരീച്ച് വിമാനുണ്ടാക്കുന്ന അല്ലാഹു തന്നെ പറയണം. ഇതാരെങ്കിലും വിട്ടാൽ, ഈ കാരുണ്യവാന്റെ ശ്രദ്ധ വിട്ടാൽ, പിന്നെ അവന്റെ കൂട്ടുകാരൻ പിശാചായിരിക്കും. കരീം എന്ന് പറഞ്ഞാൽ ബോൺ കമ്പാനിയൻ, ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. അവന്റെ മനസ്സിന്റെ ഉപദേശനം പിശാചായിരിക്കും. അവനെല്ലാത്തിനും ബേജാറാണ്, എല്ലാത്തിനും പേടിയാണ്. അപ്പൊ ശുഭാപ്തി വിശ്വാസം ഇല്ലാതെ വരുന്ന എപ്പോഴാണ്? യാഥാർത്ഥ്യ ബോധം ഇല്ലാതിരിക്കുമ്പോഴാണ്. നമുക്ക് ഏതെങ്കിലും കാര്യത്തിൽ ശുഭാപ്തി വിശ്വാസം ഇല്ലെങ്കിൽ അപ്പൊ മനസ്സിലാക്കണം നമുക്ക് യാഥാർത്ഥ്യ ബോധമില്ല. യാഥാർത്ഥ്യം എന്താ? നമ്മൾ വെറുതെ ഇവിടെ വന്നതല്ല, ഇങ്ങോട്ട് അയച്ചതാണ്. നമ്മുടെ ഒരു ചരട് അവിടെ ഉണ്ട്. അല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പിടിത്തത്തിലാണ് നമ്മുടെ ജീവൻ. ആരും വിചാരിക്കേണ്ടപ്പോ കുറെ അനാവശ്യം കാണിക്കുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അവരൊക്കെ വിട്ടേക്കാതെ. ഈ മഹാപ്രപഞ്ചവുമായിട്ട് അടിച്ചു ഭൂമി വളരെ ചെറുതാണ്. ഈ ഭൂമിയിൽ തന്നെ ആകെപ്പാടെ 60, 70 അല്ലെങ്കിൽ 100 കൊല്ലം ജീവിക്കാൻ വന്നവൻ, 100 കൊല്ലം ജീവിക്കാൻ പല 60, 70 കഴിഞ്ഞാൽ പിന്നെ അർത്ഥബുദ്ധിയില്ല. നമുക്കറിയാമല്ലോ, വലിയ നേതാക്കന്മാരും പണ്ഡിതന്മാരൊക്കെ പണ്ഡിതനായ പോലും 70, 80 കഴിഞ്ഞവന് അർത്ഥബുദ്ധിയില്ലാതെ പല കളിയിലേക്ക് ഇരിക്കുന്നത്. അപ്പൊ വളരെ കുറഞ്ഞ കാലം, വളരെ ചെറിയൊരു സ്ഥലത്ത്, ചെറിയൊരു ജീവിതം ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥനെന്ന് ചോദിക്കാതെ കടിച്ചു കൊടുക്കുന്നത്. ഇതിനിടയിൽ നിന്ന് നാം വിട്ടപ്പോ തൽക്കാലം കുറെ സംഗതികളൊക്കെ തന്നപ്പോ നീ ഇതൊക്കെ നിന്റേതാണെന്ന് വിചാരിച്ചല്ലേ? നഷ്ടമാണ്. യാഥാർത്ഥ്യമല്ല. യാഥാർത്ഥ്യം എന്നത് നാം നിന്നെ നോക്കുന്നു, സംരക്ഷിക്കുന്നു. നിന്റെ കാര്യത്തിൽ വളരെ സൂക്ഷ്മമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നവനാണ്. ഞാൻ നന്നായി ശിക്ഷിക്കുകയും ചെയ്യും. ശരീഅത്തുൽ ഇഖാബ് എന്നൊക്കെ പറഞ്ഞ് പല സ്ഥലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതോടൊപ്പം തന്നെ
ഗഫൂറാണ്, റഹീമാണ്. അപ്പൊ അവിടെയും ഒരു ഭീഷണി വെച്ചപ്പോൾ ഒട്ടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പോസിറ്റീവ് തോട്ടിനുള്ള ഒരു സംഗതി തരാ. അപ്പൊ ഏതവസ്ഥയിലും സത്യവിശ്വാസി നെഗറ്റീവായി ചിന്തിക്കരുത്, പോസിറ്റീവായി മാത്രം ചിന്തിക്കുക. അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പോസിറ്റീവായി ചിന്തിക്കാൻ പറ്റും. അവിടെ പ്രശ്നം പഠിച്ചവന്റെ യഥാർത്ഥത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഹൃദയം അല്ലാഹുവിലേക്ക് തിരിഞ്ഞാലേ പോസിറ്റീവായി ചിന്തിക്കാനുള്ള കഴിവുണ്ടാവുള്ളൂ. അതിന് നിരന്തരമായി തൗബയും ഇസ്തിഗ്ഫാറും നമസ്കാരവും ദിക്റും സലാത്തും തസ്ബീഹും ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ മറ്റ് ആവശ്യങ്ങളില്ലാത്ത കാര്യങ്ങളിലേക്ക് ചന്ത പോകാതെ, പക്ഷെ പറയുമ്പോൾ അതിന്റെ അർത്ഥം ഗ്രഹിക്കാനുള്ള കഴിവുകളുണ്ടാവണം. ഇത് എന്നെ കുറിച്ചാണ് പറയണത് എന്ന് ഓരോന്ന് തോന്നുമ്പോഴും തോന്നാനുള്ള ഒരു മനസ്സുണ്ടാവണം. വെറുതെ ഖുർആൻ വായിച്ചാൽ പുണ്യം കിട്ടുന്നു, പക്ഷെ വെറുതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഖുർആൻ വായിച്ച് ഒന്നും ജീവിതത്തിൽ കാര്യമില്ലെങ്കിൽ പിന്നെ ആ വായനയുടെ പ്രത്യേകത. അപ്പൊ ജീവിതത്തെ ചലനമുണ്ടാക്കുന്ന തരത്തിലുള്ള ജ്ഞാനവും ഈമാനും ഉണ്ടാക്കിയെടുക്കണം. എങ്കിലേ നമുക്ക് ജീവിതത്തിന്റെ പ്രയാസങ്ങൾ അതിജീവിക്കാനുള്ള തന്റെ ഇടവും ശക്തി ഉണ്ടാവുള്ളൂ. ആധുനിക ലോകത്ത് പോസിറ്റീവ് തോട്ട്സിന് വേണ്ടി എത്രമാത്രം ട്രെയിനിങ്ങും ക്ലാസ്സുകളും ഏർപ്പാടുകളൊക്കെ നടത്തും. ചുറ്റുപാടുകൾ, കുടുംബത്തിന്റെ സാഹചര്യം അതൊക്കെ നോക്കിയിട്ട് കുട്ടികളിൽ ഒരു അരക്ഷിതബോധം ഉണ്ടാവും. ഭാര്യയും ഭർത്താവും അടി കൂടുന്ന വീട്ടിലെ കുട്ടികൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. അവിടെ അടികൂടാതിരിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ നിയമങ്ങളെ സംബന്ധിച്ചുള്ള ശരിയായ നിലയുടെ ബോധം നമ്മളെ കുടുംബ ജീവിതം ശ്രദ്ധിക്കണം. ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹത്തോടെ പെരുമാറുമ്പോൾ കുട്ടികൾ അത് കണ്ടിട്ടാണ് വളരുന്ന കുട്ടികൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഗർഭസ്ഥ ശിശുവിന്റെ അടുത്ത് നിന്ന് ഭാര്യയും ഭർത്താവും ഉറപ്പുണ്ടാക്കിയാൽ കുഞ്ഞ് ജനിച്ചതിന് ശേഷം അത് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവുന്ന ഇപ്പോൾ ലേറ്റസ്റ്റ്. ഗർഭമായിരിക്കുമ്പോൾ ഭാര്യയെ വല്ലാണ്ട് പീഡിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഭർത്താക്കന്മാരൊക്കെ ശ്രദ്ധിക്കണം. തലതിരിഞ്ഞ മക്കളായിരിക്കും ഉണ്ടാവുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങൾക്കൊത്ത അല്ല സംഗതി ഉണ്ടെങ്കിൽ ആകെ കൈവിട്ട തരത്തിലായിരിക്കും പ്രശ്നം ഉണ്ടാവുക. ഇനി ഓരോരുത്തരുടെയും കുടുംബവും ജീവിതവും ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ എത്രമാത്രമാണ് അല്ലാഹുവിനെ സൃഷ്ടാവായും സംരക്ഷകനായി നമ്മൾ അംഗീകരിക്കുന്നത് ജീവിതത്തിൽ എന്ന് നമ്മൾ പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ കാര്യം വളരെ കമ്മിയാണ്. ആകാശം ഇപ്പൊ നമുക്ക് ആഹാരത്തിന്റെ പ്രശ്നം അല്ലാഹു തആല പറയാ, ഇതെല്ലാം തന്നതുകൊണ്ടാണ് ആരാധനയ്ക്കർഹൻ അവനല്ലാതെ മറ്റാരുമില്ല എന്ന ഒരവസ്ഥയിൽ അവനുള്ളത് എന്നുകൂടി മനസ്സിലാക്കണം. നിങ്ങളാരെയും ഭയക്കേണ്ടതില്ല, നിങ്ങൾ ആരോടും പോയി യാചിക്കേണ്ടതില്ല, നിങ്ങൾ ആരുടെയും മുന്നിൽ കൈനീട്ടി നിൽക്കേണ്ടവരല്ല. അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങളാണ് ഉന്നതർ, പക്ഷെ നിങ്ങൾ വിശ്വാസികളാണ്. വലാ തഹിനു വലാ തഹ്സനു, ദുഃഖിതരോ വ്യാകുല ചിത്തരോ ആകേണ്ടതില്ല. അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. ഈ ഔന്നിത്യബോധം യഥാർത്ഥത്തിൽ ഈ സമുദായത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ട് ഒരുപാട് നൂറ്റാണ്ടുകളായി. അത് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ കനിയണം, അങ്ങോട്ട് തന്നെ മടങ്ങണം, എന്നാലേ അത് ശരിയാവുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ ഇയാളിങ്ങനെ മഴയില്ല, എവിടെയെങ്കിലും വെള്ളം കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ കൃത്രിമ മഴ അയച്ച് മഴ ഉണ്ടാക്കാൻ നോക്കുക എന്നല്ലാതെ ഇസ്തിഗ്ഫാറും തൗബയും ചെയ്ത മഴ ഏത് കാലത്ത് മനുഷ്യനാണ് എന്നാണ് ഭാവമെങ്കിൽ പ്രവാചകരെ നീ മനസ്സിലാക്കിക്കൊള്ളുക. ഇതിനു മുമ്പും കുറെ ആളുകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങുക. നീ ശാന്തമായി ശാന്തമായി നല്ല ഏറ്റവും ഉത്തമമായ ക്ഷമ പാലിച്ച് നീ നിന്റെ മാർഗത്തിൽ ഉറച്ചു നോക്കുകയാണ്. അപ്പൊ സത്യവിശ്വാസിയെ ഏതവസ്ഥയിലും അല്പം പോലും മാനസികമായി തകർന്നു പോകാതെ താഴാതെ, രോഗം വരുന്നു, നഷ്ടം വരുന്നു, കഷ്ടപ്പാടുണ്ടാകുന്നു, ലോകം മുഴുവൻ അവനെതിരായി വരുന്നു, പക്ഷെ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ വലുതാണ് അല്ലാഹു. അതൊന്നും മനസ്സിലായി കിട്ടണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. അല്ലാഹുമായിട്ടുള്ള ബന്ധം നിരന്തരമായി ഉണ്ടായിക്കൊണ്ടെങ്കിൽ ഇത് മനസ്സിലാവുക. അങ്ങനെ അല്ലാഹുമായുള്ള നിരന്തരമായ ബന്ധത്തിലൂടെ അത്തരം ഉന്നതമായ ഒരു ഈമാൻ നേടിയെടുക്കുന്ന സത്യവിശ്വാസത്തിന്റെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒഴിവാക്കി നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്
الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه سبحانك لا نزيدنا كما أثنيت نفسه لك الحمد حتى الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباء أوصيكم وإياي ثانيا بتقوى الله. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി ബഹുമാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സത്യവിശ്വാസത്തിൻ്റെ വീതിയിൽ കുറച്ച് ഗുണമായി തീരുമാനിച്ചു എന്നാണ് ചോദിച്ചുള്ള നിങ്ങൾക്കൊരു ആദർശമുണ്ടോ? അതിൻ്റെ സംരക്ഷണത്തിന് സഹായം അല്ലാഹുവോട് ചോദിച്ചാൽ നമുക്ക് സ്വയം ഉറപ്പിക്കാൻ പറ്റില്ല. കാലുകളെ നമ്മളെ കാലുകളെ ഉറപ്പിച്ചു നിർത്തുന്ന പറഞ്ഞാൽ ആ ആദർശത്തിൽ നിലനിൽക്കും. ഉറച്ച ആദർശത്തിൽ വാക്കിൽ വിശ്വാസികളെ ഉറപ്പിച്ച് നിർത്തുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നുള്ള ദുനിയാവിലാണ്. ഇത് പരലോകത്തിൽ നിന്ന് ഉറപ്പിച്ചു നിർത്തുന്നതാണ്. ഐഹിക ജീവിതത്തിന്റെ പ്രായോഗിക രംഗങ്ങളിൽ സത്യാദർശനം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന വിശ്വാസികളെ ആ രീതിയിൽ ഉറപ്പിച്ചു നിർത്താം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? നമ്മളോട് ചോദിക്കും. കല്യാണം കഴിക്കണം, മക്കളുണ്ടാവണം, മക്കളെ വളർത്തണം, ജോലി വേണം, മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണോ, ഇടപാടുകൾ നടത്തണോ, കച്ചവടം നടത്തണോ, കുടുംബം നോക്കണോ, നാട് നന്നാക്കണോ, ലോകം നന്നാക്കണോ? ഇവിടെ വരൂ. വലിയ ഹമീദ് നാമാണ്. നമ്മുടെ അടുത്താണ് അനുഗ്രഹമുള്ളത്, നമ്മുടെ അടുത്താണ് പ്രൊഫഷൻ റിസ്ക്കുള്ളത്. നിങ്ങളെ നാമാണ് സൃഷ്ടിച്ചത്. ഒരു നിശ്ചിത കാലം വരെയുള്ളൂ. സർക്കാരം കിട്ടുന്നത് നോക്കിയിട്ട് അത് അടിച്ച് മാറിയിട്ട് സുഖിച്ചിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. ഇങ്ങോട്ട് ഉറപ്പ് ചേർക്കണോ? നാം ഉറപ്പ് ചേർക്കാം. വഴി കാണണോ? നാം വഴി കാണിക്കാം. എന്നിലേക്ക് നയിക്കണോ? നാം നയിച്ചോളാം. പ്രതിരോധം വേണോ? നാം ചെയ്തോളാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, അന്ന് കൂടുതൽ പറഞ്ഞല്ലേ, 1900 പറഞ്ഞു. ഒന്ന് വായിച്ചു നോക്കാം. നമ്മുടെ മനസ്സിൽ എന്തുകൊണ്ട് കേറുന്നില്ല എന്ന് നമ്മൾ ഇബ്ലീസ് എവിടെയോ ഇങ്ങനെ കറങ്ങി നടക്കുന്നു. അടുത്ത പറയുന്നു, നീ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ ആളുകളെ നിന്നെ കളവാക്കും. ഇതിനു മുമ്പ് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ജനതകളെ നാം നശിപ്പിച്ച് ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു. ആദ്യ സമൂഹ ഗോത്രങ്ങളുടെ, നോഹിന്റെ, ലൂത്തിന്റെ, ശുഐബിന്റെ, ഒരുപാട് ഇത് കഥകളല്ല, യാഥാർത്ഥ്യങ്ങളാണ്. ഇന്നലകളിൽ നമ്മളെ പോലെ ചോരയും നീരുമായി ഭൂമിയിൽ ജീവിച്ച് കിട്ടിയതുകൊണ്ട് തോന്നിയാസം കാണിച്ച് ജീവിതം തകർന്നടിഞ്ഞു പോയ ഹതഭാഗ്യരായ ഒരുപാട് പേരുടെ കഥകൾ ഈ ഭൂമി നമ്മളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നോക്കി പഠിച്ചോളാം. നീ അവരോടൊന്ന് പറയേ, ഭൂമിയിലേക്ക് അവർ സഞ്ചരിക്കട്ടെ. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞപ്പോ കള്ളമാക്കി അവരെ മർദ്ദിച്ചു വിട്ട കുറെ ആളുകളുണ്ടായിരുന്നല്ലോ, കൊമ്പന്മാർ, അവരെല്ലാം തകർന്നടിഞ്ഞു പോയി. വീണ്ടും പറയാം, അല്ലാഹുവിന്റെ ഈ വാഗ്ദാനം സത്യമാണ്. ഇത് പരമ യാഥാർത്ഥ്യമാണ്. അല്ലാഹു ഹുവൽ ഹഖ് വയഖൂലുൽ ഹഖ്. അല്ലാഹ് എന്നത് യാഥാർത്ഥ്യമാണ്. അവൻ സത്യമേ പറയുള്ളൂ. അതുകൊണ്ട് അവന്റെ വാഗ്ദാനം സത്യമാണ്. ഐഹിക ജീവിതത്തിന്റെ താൽക്കാലിക പൊലിമുണ്ടല്ലോ, അത് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. പരമശത്രുവായ പിശാച് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ, അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാണ്. ഇന്നമാ യദഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ, അവൻ നിങ്ങളെ വിളിക്കുന്നത് കത്തിയാളുന്ന നരകത്തിലേക്കാണ്. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അല്ലദീന കഫറൂ ലഹും അദാബുൻ ശദീദ്,
ഇത് നിഷേധിച്ചു പോകുന്ന ആളുകൾക്ക് ഭീകരമായ ശിക്ഷയുണ്ട് എന്ന് നാം വിളംബരം ചെയ്യുന്നു. വല്ലദീന ആമനു വഅമലു സ്വാലിഹാതി ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ. എന്നാൽ ഇത് വിശ്വസിച്ചാൽ, അതിനനുസരിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്താൽ മഹത്തായ പ്രതിഫലം നാം ഇതാ വാഗ്ദാനം ചെയ്യുന്നു. വേണോ വേണ്ടേ നിങ്ങൾ തീരുമാനിച്ചോളൂ. ലാ ഇക്റാഹ ഫിദ്ദീൻ, ഒരു നിർബന്ധമില്ല. വേണമെന്നുള്ളത് വമൻ ശാഅ ഫല്യുമിൻ വമൻ ശാഅ ഫല്യക്ഫുർ. ഇതാണ് യഥാർത്ഥം. ഈ സന്ദേശം ജീവിതത്തിന് പ്രയോജനപ്രദമായ സന്ദേശം. നിങ്ങളുടെ ഓരോ ജീവിത ചലനങ്ങൾക്കും ആവശ്യം ജീവിത വിജയത്തിന് അനിവാര്യമായ സംഗതി. ആളുകളെ ഭിന്നിപ്പിച്ചു, ആളുകളെ ഭയപ്പെടുത്തിയുമൊന്നും ജീവിത വിജയത്തിലേക്ക് നയിക്കാൻ പറ്റില്ല. വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ ഭാഷയുടെയോ നാട്ടിന്റെയോ പേര് പറഞ്ഞ് ജനങ്ങളെ തങ്ങളിൽപ്പിച്ച് ചോര ചിന്തിയാൽ അവരെയൊന്നും യഥാർത്ഥ ജീവിതത്തിന്റെ വിജയത്തിന്റെ വഴിയിലേക്ക് നയിക്കാൻ സാധ്യമല്ല എന്നതിന് ചരിത്രം സാക്ഷിയാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് വതവാസ്സൗ ബിൽ ഹഖ് വതവാസ്സൗ ബിസ്. സത്യവും ക്ഷമയും പരസ്പരം ഉപദേശിച്ചുകൊണ്ട് വിശ്വാസവും സൽക്കർമ്മമായി മുന്നേറുന്നവരുടെ ജീവിതം നഷ്ടത്തിലാണെന്ന് ലോക ചരിത്രം സാക്ഷിയാണ്. ഇനി നോക്കൂ. അപ്പൊ ഇത് നമ്മൾ ഗൗരവത്തിലൊന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ കാര്യവും പോക്കാണ്. ഇത് എന്നെ പറ്റിയിട്ടുള്ള കാര്യമല്ല. പറയണ ഞാനും കേൾക്കണം, നിങ്ങളും ഒക്കെ അള്ളാഹുവിന്റെ അടിമകളാണ്. എല്ലാവർക്കും ബാധകമാണ്, പ്രവാചകന്മാർക്കും ബാധകമാണ്. അവരത് വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു വിട്ടു. നമ്മൾ അതിന്റെ യഥാർത്ഥമൊക്കെ കളഞ്ഞു, അതിന്റെ എല്ലാം കളഞ്ഞ് തോലിന്റെയും അതിന്റെ കൂടെയൊക്കെ എടുത്തു. അതാണ് മഹത്തരം എന്ന് പറഞ്ഞ് നടന്നാൽ വഴിതിരിക്കും. പ്രശ്നകലുഷിതമാണ് സമൂഹം. അവർക്ക് മാർഗദർശനം നൽകാനുള്ള ഏറ്റവും യാഥാർത്ഥ്യബോധമുള്ള ഈ ഖുർആൻ ഏറ്റവും നേരായതിലേക്ക് വഴി കാണിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു പിടിച്ചാണ് നമ്മൾ നടക്കുന്നത്. ഒന്നത് മനസ്സിലാക്കാനെങ്കിൽ ശ്രമിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, ആ വഴിയിൽ വിജയം നേടാൻ ശ്രമിക്കുക. അതിന് കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹു മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർളഅനാ അബൂ ബക്കർ വഉമർ വഉസ്മാൻ വഅലി حسن والحمزة والعباس والحسن والحسين من بقية صحاب رسول الله أجمعين. قالوا وانا يتبعون ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ഉസ്താദന്മാർ, നാട്ടുകാർ, മുഴുവൻ സത്യവിശ്വാസികൾ, മുൻകാല സത്യവിശ്വാസികൾ, എല്ലാ ആളുകൾക്കും ഞങ്ങളുടെ മൺപാപങ്ങളും ചെറുപാപങ്ങളും കൃത്യമാക്കാതെ തമ്പുരാനെ ഞങ്ങളിൽ നിന്ന് മുന്നേ നിലനിർത്തിയ ആൾക്കാരുടെ കബറിടങ്ങളെ പ്രകാശ ദൂരിതങ്ങളായ കബറിടങ്ങളാക്കി മാറ്റണേ നാഥ. റഹ്മാനായ തമ്പുരാനെ ഞങ്ങളിൽ നിന്ന് അകലെ ജീവിക്കുന്ന വേണ്ടപ്പെട്ടവർക്കും എല്ലാവർക്കും ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുമുള്ള ജീവിതം നൽകാൻ അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിലും പ്രവർത്തനങ്ങളിലും സന്താനങ്ങളിലും സമ്പത്തുകളിലുമൊക്കെ നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. ഈ ഖുർആൻ യഥാവിധി പഠിക്കാനും മനസ്സിലാക്കാനും ഒത്തൊരുമയോടെ ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിക്കാനും അങ്ങനെ ആലയസം മറളിയായി എന്നിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നൽകണേ നാഥ. ഞങ്ങളുടെ രോഗികളുടെ രോഗങ്ങളെല്ലാം നിഷിക്കാക്കി കൊടുക്കണേ നാഥ. ഞങ്ങളുടെ കടക്കാരുടെ കടങ്ങളെല്ലാം നീ വീട്ടി കൊടുക്കണേ തമ്പുരാനെ. നാഥ, സാമ്പത്തികമായി വിഷമനുഭവിക്കുന്ന, അതുപോലെ തന്നെ മാനസികമായി വിഷമനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ അടുത്തുണ്ട്. ഞങ്ങളുടെ കൂടെ എല്ലാ യാഥാർത്ഥ്യവും നീയാണ് അറിയുന്നത്. അതെല്ലാം അറിയാതെ നിനക്കറിയാം. അതെല്ലാം സമ്പൂർണ്ണമായി സംതൃപ്തമായ ഒരവസ്ഥയിലേക്ക് ആക്കിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണേ തമ്പുരാനെ. എപ്പോഴും പ്രാർത്ഥനാനിരതമായ ഒരു ജീവിതം നീക്കാണ് തൗഫീഖ് നൽകണേ നാഥ. പടച്ചവനെ, സക്രാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കബറിടങ്ങളെ വിശാലങ്ങളും പ്രവിശാലങ്ങളും പ്രകാശപൂരിതങ്ങളുമാക്കി മാറ്റണേ നാഥ. മഹ്ശറിൽ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. നരകശിയിൽ ഞങ്ങളെ കാക്കുകയും സ്വർഗത്തിൽ ഫിർദൗസിൽ നിന്റെ വിഖാദ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ തമ്പുരാനെ. ഈ പ്രാർത്ഥന സ്വീകരിച്ചുത്തരം നൽകണേ നാഥ. തട്ടിക്കളയാതെ സ്വീകരിച്ചുത്തരം നൽകണേ നാഥ. നിന്നെക്കുറിച്ച് എപ്പോഴും പ്രതീക്ഷാ നിർഭരമായി ജീവിക്കാനുള്ള ഒരു മനസ്സ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ.
തമ്പുരാനെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا الحمد لله رب العالمين.